നിഷ്ക്രിയത്വമാകുമെല്ലാ ജഡവും അതിൽ ബോധസ്വരൂപമില്ലെങ്കിൽ ജീവിതത്തിൻ മാർഗങ്ങളാകും കർമ്മവാസനകളൊന്നും ഉദിക്കയില്ല. തനുവിലിരുന്നു പ്രകാശിക്കുമീ ബോധസ്വരൂപത്തെ അറിഞ്ഞു താൻ അതുതന്നെ എന്നറിയുന്നതു തന്നെ മുക്തിപദമെന്നറിഞ്ഞാലും സച്ചിദാനന്ദയവസ്ഥയാകുമീ സഗുണ നിർഗുണാവസ്ഥയിൽ മനമിളകാതെ നിശ്ചലമാക്കിയ ആത്മസാക്ഷാത്കാര സുഖമെന്തെന്നറിയാം. കർമ്മം കൊണ്ടു നേടുന്നതല്ല മോക്ഷം, മോക്ഷത്തിലിരുന്നു കർമ്മം ചെയ്തിടാം. കർമ്മബന്ധനാവസ്ഥയില്ലാത്തതു തന്നെ മോക്ഷത്തിനവസ്ഥയെന്നറിഞ്ഞാലും മോക്ഷമാകുമീ ബോധാവസ്ഥയിൽ അമരുവാൻ തനതായി ഒന്നും ചെയ്യേണ്ടതില്ല. താൻ തന്നെ സകല ബോധസ്വരൂപമെന്നറിഞ്ഞു താൻ തന്നെ ആത്മമലിനം നീക്കിയിടുക. പഴകിയ വാസനകളെല്ലാം നീക്കിയാൽ താനെ പ്രകാശിക്കുന്നതാണീ ബോധസ്വരൂപം. പിന്നിട്ട മാർഗങ്ങളിൽ നിന്നെല്ലാം ഈ മലിനങ്ങളാകും ഈ വാസനകളെന്നറിയുക. ഈ സത്യം തിരിച്ചറിഞ്ഞു ഇവയെ നീക്കുവാൻ താൻ സത്യബോധസ്വരൂപമെന്നറിഞ്ഞു അതിനെ സാക്ഷാത്കരിക്കാനായി വേണ്ടുന്ന ജ്ഞാനത്താൽ പ്രയത്നിച്ചിടുകിൽ. അതിനായി തനതായി നിലകൊണ്ടുള്ളം തനതായതിനെ അറിയുവാൻ തനതായി ഒന്നും ചെയ്തിടായ്കയാൽ തനതായി താനെ ശോഭിച്ചിടുകിൽ. ജ്ഞാനത്തിലെല്ലാം നിരാണെന്നു കരുതി പല വേദ പ്രമാണ ശാസ്ത്രമാർഗെ സഞ്ചരിച്ചു സത്യോന്വേഷണയന്ത്യത്തിലെത്തിയിടുമേക അഖണ്ഡബോധ സത്യത്തെ അറിയാൻ. സംസാരസാഗരത്തിൽ സഞ്ചരിച്ചാത്മാവിൻ പാപകർമ്മ ബന്ധന വാസനകൾ നീങ്ങുവാൻ പ്രമാണവേദശാസ്ത്രങ്ങളെ ആശ്രയിക്കേണ്ടതും ആവശ്യമാണെന്നറിഞ്ഞുകൊള്ളുക. താൻ സൂക്ഷ്മബോധസ്വരൂപമാണെന്നറിയുവാൻ ആത്മസാക്ഷാത്കാരത്താലെ സാധിക്കൂ. അതിലേക്കുള്ള മാർഗം ജ്ഞാനത്വമെന്നറിഞ്ഞു ആത്മസാക്ഷാത്കാരത്തിനായി പ്രയത്നിച്ചിടുക. താൻ ബോധസ്വരൂപമാണെന്നറിയാൻ ചിത്തം സർവബന്ധനത്തിൽ നിന്നും മുക്തമായി പരമബോധോദയത്താൽ അകതാരിൽ ബോധാനന്ദം നിറയും. മോക്ഷമാകും ബോധാനന്ദാവസ്ഥയിൽ തനതായി ഒന്നും ചെയ്യേണ്ടതില്ല. താൻ തന്നെ ബോധസ്വരൂപമെന്നറിഞ്ഞു താൻ തന്നെ ആത്മാവിലമർന്നിടേണം. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രിയ സാധകരെ, ഇവിടെ ഒരു വിഷയം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. സാധകരായ നിങ്ങൾ വേദപ്രമാണങ്ങൾ പഠിച്ചതുകൊണ്ടും ധ്യാനിച്ചതുകൊണ്ടും മാത്രം എങ്ങനെയാണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിധം ആത്മശുദ്ധീകരണവും അതുവഴിയുണ്ടാകുന്ന പരിവർത്തനവും മനസ്സിലാക്കുക? അതിനുവേണ്ടി ഞാൻ ഇവിടെ പറയുന്ന വിഷയങ്ങൾ സാധകരായ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതും ധ്യാനാവസ്ഥയിൽ നിങ്ങളിൽ നടക്കുന്ന മനപരിവർത്തന രീതികളുമാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. അതായത് സാധാരണ തലത്തിൽ നിൽക്കുന്ന ഒരു സാധകൻ എന്തെല്ലാം പാലിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും വേണം ധ്യാനിക്കേണ്ടതെന്നും അതുവഴി ധ്യാനിക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന ശരീര മനോ ഇന്ദ്രിയങ്ങളിലെ മാറ്റങ്ങളും മറ്റു പരിവർത്തനങ്ങളെ പറ്റിയാണ് ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നത്. അത് സാധകരായ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയാണ് എന്റെ അനുഭവത്തിന്റെയും ബോധത്തിൽ വെളിപ്പെട്ടു കിട്ടിയതിന്റെയും വെളിച്ചത്തിലാണ് ഈ വിഷയം നിങ്ങൾക്കു വേണ്ടി പ്രത്യേകം എടുത്തു പറയുന്നത്. അത് നിങ്ങളുടെ അന്തരാത്മാവിലേക്കുള്ള ആത്മാന്വേഷണ തീർത്ഥാടനത്തിന് ഉപകരിക്കും
എന്നാണ് എൻ്റെ വിശ്വാസം. അതിനായി സർവീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. സർവലോകമാനവർക്കും സമാധാനവും ശാന്തിയും ഭവിക്കട്ടെ. പ്രിയ സാധകരെ, ഈശ്വരമഹിമയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഇവിടെ പറയാൻ ശ്രമിക്കാം. ഈശ്വര നിയമത്തിൽ കർമ്മസൂത്രം എന്ന ചരടിൽ ജീവാത്മാവിനെ ബന്ധിച്ചില്ലെങ്കിൽ ദൈവമഹത്വത്തിന്റെ മഹിമ മനസ്സിലാക്കാതെ പോകും. എന്ന് പറഞ്ഞാൽ ഓരോ ജീവാത്മാവിന്റെയും വാസനകൾക്ക് അനുസൃതമായിട്ടാണ് ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞുവല്ലോ. ഈ വാസനകളാണ് നിസ്തൂലവും പരിശുദ്ധവുമായ ജീവാത്മാവിനെ ബന്ധിച്ചിടുന്ന ചരട്. കാരണം ഈ പ്രകൃതിയിൽ നിന്നും ആത്മാവിൽ വന്നു ചേരുന്ന കർമ്മവാസനകൾ ചെയ്തു തീർക്കേണ്ട ധർമ്മം ജീവാത്മാവിന്റെ തന്നെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ആയാൽ മാത്രമേ ജീവാത്മാവ് വഴി ഭൂതലത്തിൽ ഈശ്വരൻ നിശ്ചയിച്ച കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനും ഭൂമിയിലെ വ്യവസ്ഥകൾ മുറ പോലെ നടക്കുന്നതിനും മനുഷ്യാത്മാക്കളിലൂടെ പലതരത്തിലുള്ള വാസനകൾ നൽകി കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ജോലിയാണ് പ്രകൃതിയുടേത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ജീവാത്മാവിന് കർമ്മങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ഒരു ജീവാത്മാവ് ഭൂമിയിൽ പിറക്കുന്നതിന് മുമ്പ് തന്നെ അത് ഭൂമിയിൽ ചെയ്യേണ്ടതായ കർമ്മവാസനകളോടുകൂടിയാണ് ജനിക്കുന്നത്. അത് നിർവർത്തിച്ചു പോവുക എന്നത് മാത്രമാണ് ഒരു ജീവാത്മാവിന്റെ ധർമ്മം. ഇതാണ് ഒരു ജീവാത്മാവിന്റെ ഭൂമിയിലെ ജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നതും. ഈ രീതി ജീവാത്മാവിന് ഹിതമായാലും ഇല്ലെങ്കിലും പിന്നിൽ നിന്നുള്ള ഈശ്വരയിച്ഛയാലും പ്രേരണയാലും അത് ചെയ്തേ പറ്റൂ. ജീവാത്മാവിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്തിരിഞ്ഞു ഒരു കർമ്മവും ചെയ്യാതെ അതിന്റെ സ്വസ്ഥാനത്തിരുന്ന് പരമമായ ശാന്തിയും സമാധാനവും ആത്മാനന്ദവും അനുഭവിക്കണമെന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ കർമ്മവാസനകളും അത് നടപ്പിലാക്കാതിരിക്കുവാനുള്ള സാഹചര്യവും ഒരിക്കലും പ്രകൃതി അനുവദിക്കുകയില്ല. ഓം ശാന്തി ശാന്തി ശാന്തി.